പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 38ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിൻ്റെ വലിയൊരാവശ്യമായ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ പാതയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. പ്രശ്ന സങ്കീർണമായ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണ ആധ്യാത്മികത കൊണ്ട് ക്രിസ്തീയ വിശ്വാസം ജീവിക്കുക സാധ്യമല്ല. ദൈവത്തെ ആഴത്തിൽ അടുത്തറിയുകയും അനുഭവിക്കുകയും നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത് യഥാർത്ഥ സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ കഴിയുക അതെത്ര വലിയ സൗഭാഗ്യമാണ്. ഇപ്രകാരം സൗഭാഗ്യപൂർണമായ ജീവിതം നയിച്ച് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ദൈവരാജ്യ പൂർത്തീകരണത്തിനും നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനും വഴിയൊരുക്കാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. ഈ വിളിക്ക് പ്രത്യുത്തരം നൽകി അനുഗ്രഹീതരാവുക നമ്മുടെ ജീവധർമ്മവും ഏറ്റവും വലിയ സൗഭാഗ്യവുമാണ്. ഈ ജീവധർമ്മം നിറവേറ്റുന്നതിന് മിസ്റ്റിക്കൽ ധ്യാനവും താപസ ചൈതന്യവും സമന്വയിപ്പിച്ച ഒരു ധ്യാനാത്മക ജീവിത ശൈലിയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അതിവേഗം ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിനും ദൈവിക പദ്ധതി പൂർത്തീകരിക്കുന്നതിനും ഇത് നമ്മെ സഹായിക്കും. ഇതിനായി മിസ്റ്റിക്കൽ അസെറ്റിക്കൽ പാതകൾ സമന്വയിപ്പിച്ച ഒരാധ്യാത്മിക ജീവിത പാതയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ക്രിസ്തീയ ദർശനമനുസരിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിച്ചടിപ്പിക്കുന്നതും പരിപാലിച്ച് നയിക്കുന്നതും ദൈവം തന്നെയാണ്. മനുഷ്യ ചരിത്രത്തിലും വ്യക്തി ജീവിതത്തിലും സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ തേടി വരികയും അവനെ തന്നിലേക്ക് ആകർഷിച്ചടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ക്രിസ്തീയ വെളിപാടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിനു വേണ്ടിയുള്ള രാഗാഗ്നി ജ്വലിപ്പിക്കുന്നതും അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് അവൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നതും ദൈവം തന്നെയാണെന്ന യാഥാർത്ഥ്യം ക്രിസ്തീയ വെളിപാടിൻ്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന ഒരു മിസ്റ്റിക്കൽ പാതയാണ് ക്രിസ്തീയ വിശ്വാസ ജീവിത പാത. ആധ്യാത്മിക ജീവിതത്തിലെ മിസ്റ്റിക്കൽ തലങ്ങളെക്കുറിച്ചുള്ള ശരിയായ അവബോധത്തിലേക്ക് നാം വളരുമ്പോൾ മാത്രമേ ദൈവാനുഭവത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങൾ രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തോട്ടം നനയ്ക്കാൻ നാം ഉപയോഗിക്കുന്ന മാർഗങ്ങളും മഴയിലൂടെ സമൃദ്ധമായി സൃഷ്ടാവ് തോട്ടം നനയ്ക്കുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം നോക്കുക. അസെറ്റിക്കൽ മാർഗത്തിലൂടെയും മിസ്റ്റിക്കൽ മാർഗത്തിലൂടെയുമുള്ള നമ്മുടെ ദൈവാനുഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഇതുപോലെയാണ്. ദൈവാനുഭവത്തിൻ്റെ മിസ്റ്റിക്കൽ തലങ്ങളിലേക്ക് വളരാനുള്ള കൃപ ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എല്ലാവരും ഇതിലേക്ക് വിളിക്കപ്പെട്ടവരല്ല എന്നാണ് പലരും ധരിക്കുന്നത്. എന്നാൽ ഈ ധാരണ ശരിയല്ല. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ആധ്യാത്മികത പ്രഥമമായും മിസ്റ്റിക്കലാണ്. ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനപരമായും ഒരു മിസ്റ്റിക്കൽ സ്വഭാവമാണുള്ളത്. ഇതിലേക്ക് ദൈവം എല്ലാവരെയും വിളിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയും അറിഞ്ഞ് ആരാധനയിലൂടെ ദൈവാത്മാവ് മുഖേന അനുഭവിക്കുന്നു എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതുല്യമായ സവിശേഷത. ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവും സഭാത്മകവും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായ ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് ഒരു മിസ്റ്റിക്കൽ സ്വഭാവമാണുള്ളത്. ദൈവവചനത്തിൻ്റെ അതുല്യ ശക്തിയും സഭയുടെ കൂദാശകളുടെ മിസ്റ്റിക്കൽ സ്വഭാവവും പരിഗണിക്കുമ്പോഴും ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ ഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ടെന്നതിൽ സംശയമില്ല. ഈ ദൈവകൃപയോട് സഹകരിക്കാൻ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന അസെറ്റിക്കൽ മാർഗങ്ങളും ആവശ്യമാണ്.
പൗരസ്ത്യ ആധ്യാത്മിക ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പരസ്പരം കൈകോർത്തു പോകുന്ന ഒരേ പാതയിലെ രണ്ട് വശങ്ങൾ അഥവാ തലങ്ങളാണ് അസെറ്റിസിസവും മിസ്റ്റിസിസവും എന്ന് പറയാം. ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിലേക്ക് സകലരെയും ആകർഷിച്ചടുപ്പിക്കേണ്ടത് ഇന്നിൻ്റെ വലിയൊരാവശ്യമാണ്. മിസ്റ്റിസിസം എന്ന് പറയുമ്പോൾ സാധാരണ ജനത്തിന് അപ്രാപ്യമായ ഒന്നായി പലർക്കും തോന്നിയേക്കാം. എന്നാൽ അത് നമ്മുടെ അജ്ഞതയുടെ ഫലമാണ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഒരുക്കത്തോടെ വചനം സ്വീകരിക്കുന്നവരെല്ലാം ദൈവാത്മ നിറവുള്ളവരായി തീരുന്നതായി നാം കാണുന്നു. ഉദാഹരണമായി എസക്കിയേലിൻ്റെ അനുഭവം നോക്കുക. എസക്കിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 37-ാം അധ്യായം, 47-ാം അധ്യായം മുതലായവ. ഇത് യഥാർത്ഥത്തിൽ മിസ്റ്റിക്കൽ അനുഭവമല്ലേ? സമാഗമ കൂടാരത്തിനു മുമ്പിൽ കുമ്പിട്ട് കടന്ന് ജോഷുവ ആത്മാവ് കുടികൊള്ളുന്നവനായി തീർന്നുവെന്നും തിരുവചനം സാക്ഷിക്കുന്നു. പഴയ നിയമത്തിലെ സമാഗമ കൂടാരത്തിൽ നിന്ന് ഇത്രയധികം ശക്തി പ്രാപിച്ചിരുന്നെങ്കിൽ ഇന്ന് ദൈവം തമ്പുരാൻ സദാ എഴുന്നള്ളി വസിക്കുന്ന ദിവ്യ സക്രാരിയുടെ മുമ്പിൽ വന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിൽ കുമ്പിട്ട് കിടന്ന് നമുക്ക് എത്രയധികം ദൈവാത്മ നിറവുള്ളവരായി തീരാൻ സാധിക്കും. ക്രിസ്തീയ ദർശനമനുസരിച്ചുള്ള ആധികാരികമായ മിസ്റ്റിക്കൽ പാത പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമായ വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവും പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്നതുമായ ഒന്നാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് വചനത്തിൻ്റെ പൊരുളറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ കണ്ണ് തുറന്ന് യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. അനുഭവം പങ്കുവച്ചപ്പോൾ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ ഉൾക്കണ്ണ് തുറക്കുകയും അവർക്ക് ശരിയായ ദൗത്യബോധം നൽകുകയും ചെയ്തു. അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ നിറഞ്ഞ് ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കാനായി അവർ അയക്കപ്പെട്ടു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. ക്രിസ്തീയ ദർശനമനുസരിച്ച് ആധ്യാത്മിക ജീവിതം പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്തുള്ള ഒരു ദൈവോന്മുഖ പ്രയാണമാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തിലൂടെ മാത്രമേ ഈ പ്രയാണം സാധ്യമാകൂ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കായി നമ്മെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് ക്രിസ്തീയ ആധ്യാത്മികതയിൽ അടങ്ങിയിരിക്കുന്നത്. യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയും ലൂക്ക 4:1 പൂർത്തീകരിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതവും ദൈവാത്മ നിറവിൽ അരൂപിയുടെ ചൈതന്യത്താൽ നയിക്കപ്പെടുന്നതാകണം. ഇത് ദൈവം മുൻകൈയെടുത്ത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലിയാകയാൽ ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനപരമായും ഒരു മിസ്റ്റിക്കൽ സ്വഭാവമാണുള്ളത്. എങ്കിലും പൊതുവെ നോക്കിയാൽ ഇന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയാതെ സ്വന്തം പദ്ധതികൾ അനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവവും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളുമാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയും അറിയുകയും ആരാധനയിലൂടെ ദൈവാത്മാവ് മുഖേന അനുഭവിക്കുകയും സാക്ഷ്യ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ അതുല്യ ശക്തിയും സഭയുടെ കൂദാശകളുടെ മിസ്റ്റിക്കൽ സ്വഭാവവും പരിഗണിക്കുമ്പോഴും ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ സ്വഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. ഈ മിസ്റ്റിക്കൽ കൃപയോട് സഹകരിക്കാൻ
മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന അസറ്റിക്കൽ മാർഗങ്ങളും അനിവാര്യമാണ്. പൗരസ്ത്യ ആധ്യാത്മിക ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പരസ്പരം കൈകോർത്തു പോകുന്ന രണ്ട് തലങ്ങളാണ് അസറ്റിക്കൽ മിസ്റ്റിക്കൽ മാർഗങ്ങൾ. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നാം ശ്രദ്ധിച്ചാൽ മിസ്റ്റിക്കൽ അസറ്റിക്കൽ പാതകൾ സമഞ്ജസമായി സമന്വയിപ്പിച്ച ഒരു ആധ്യാത്മിക ജീവിത പാതയാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് രൂപപ്പെടുത്തുവാനും പ്രായോഗികമാക്കുവാനും സർവശക്തൻ അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.